സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ. ഈ കോഴിക്കോട് അത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും കോഴിക്കോട് പണിയാന്നുള്ളത് നമ്മുടെ മലയാളികൾ വലിയൊരു ആഗ്രഹം. കോഴി വളർത്തൽ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവാൻ കുറവാണ്. അങ്ങനെ ഞാനും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കോഴിക്കോട് തുടങ്ങി പണിതു. നമ്മൾ ഈ കോഴിക്കോട് പണിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിൻ്റെ ഒരു കോഴിക്കോട് എന്നെ പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു ഹൈടെക് കോഴിക്കോട്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ കോഴിക്കോട്. ഹൈടെക് എന്ന് പറയാൻ കാരണം വെള്ളം കൊടുക്കാനുള്ള ചെറിയൊരു സൗകര്യം. ഒരു 20 രൂപയാണ് ഇതിന് വില വരുന്നത്. നമ്മൾ ചെറിയ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് കമ്മഴ്ത്തിട്ട് ഇതിലേക്ക് തിരിച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം നിറഞ്ഞ് അപ്പുറത്തെ വശത്തേക്ക് വെള്ളം കൂടെ ചെല്ലും. കോഴികൾക്ക് അതിൽ നിന്ന് സുഖമായിട്ട് കുടിക്കാം. എന്നാൽ വെള്ളമിട്ട് തേട്ടി പുറത്തേക്ക് പോവില്ല. കോഴിമുട്ട എടുക്കാനുള്ള ഒരു ട്രേ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ മുട്ടയിടുന്ന കോഴിയാണെങ്കിൽ നമ്മൾ രാവിലെ വരുമ്പോഴേക്കും ഈ ട്രേയിൽ ഇഷ്ടംപോലെ മുട്ടകൾ നിറഞ്ഞിട്ടുണ്ടാവും. താഴെ ഇങ്ങനെ മുട്ടകൾ വന്ന് കിടക്കും. നമുക്ക് ഈ ട്രേ പൊന്തിച്ചെടുത്ത് അത് പറക്കിയെടുക്കാം. അതുപോലെ തന്നെ തീറ്റ കൊടുക്കാനായിട്ട് ഇവിടെ കണ്ട ഒരു പൈപ്പ് നെടുകെ പൊളിച്ചിട്ട് അതിൽ നമുക്ക് തീറ്റിട്ട് കൊടുക്കാനുള്ള ഒരു സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ട ഈ കോഴിക്കോടിൻ്റെ അടിയിൽ ഒരു ട്രേ ഉണ്ട്. ആ ട്രേ നമുക്കിങ്ങനെ കാഷ്ടൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ വലിച്ച് എടുത്ത് കാഷ്ടം കൊണ്ട് കളഞ്ഞതിന് ശേഷം തിരിച്ച് ഇങ്ങനെ വെക്കാം. പട്ടിശല്യമുള്ള സ്ഥലമാണെങ്കിൽ പട്ടികൾക്ക് കോഴികളെ ഈ ട്രേയുടെ അടിയോടെ പിടിച്ച് വലിക്കാനായിട്ട് പറ്റില്ല. പിന്നെ എൻ്റെ കോഴിക്കോട് ഫുള്ള് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. നെറ്റ് വെച്ചിട്ട് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്, വെൽഡ് ചെയ്തിട്ടില്ല. നെറ്റിൻ്റെ കനം കുറവായതുകൊണ്ടാണ് വെൽഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. സ്ക്രൂ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്ക്രൂ ചെയ്ത ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഴിക്കോടിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നെറ്റ് കേടാവുകയാണെങ്കിൽ ആ സ്ഥലം മാത്രം നമുക്ക് ഊരി കൊണ്ടുപോയിട്ട് മാറ്റാം. ഒരു വെൽഡറെ സമീപിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ താഴെ കണ്ട, ഞാൻ താഴെ അടിച്ചിരിക്കുന്ന നെറ്റാണിത്. ഇതിപ്പോൾ 1.5 ഇഞ്ച് നീളം 1.5 ഇഞ്ച് വീതി എന്നുള്ളതാണ്. ഞാൻ നെറ്റ് വാങ്ങുന്ന സമയത്ത് എനിക്ക് കനമുള്ള നെറ്റ് കിട്ടിയില്ല. കാരണം 3/4 ഇഞ്ചിൻ്റെ വീതി നീളമുള്ള കനത്തിലായിരുന്നു നെറ്റ് വന്നിരുന്നത്. അപ്പോൾ അത് ഞാൻ വാങ്ങിയില്ല. കാരണം കോഴിമുട്ട ഉരുണ്ട് പോകാനായിട്ട് സാധ്യത കുറവായതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ നെറ്റ് തിരിച്ചടിക്കണം. അപ്പോൾ പണിയുന്ന ആൾക്കാർ ഇത് കട്ട് ചെയ്ത് വാങ്ങാൻ നിൽക്കണം. അപ്പോൾ അത് പ്രിഫർ ചെയ്തിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ 1.5 ഇഞ്ച് നീളം 1.5 ഇഞ്ച് വീതി എന്നുള്ള നെറ്റ് എടുത്തത്. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കനമുള്ള നെറ്റാണെങ്കിലാണ് കോഴിക്കോടിൻ്റെ അടിഭാഗം ദ്രവിച്ചു പോകാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് ദ്രവിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇനി എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കോഴിക്കോട് ഉണ്ടാക്കിയത് സ്ഥിരമായിട്ട് കോഴിക്കോട് പണിയുന്ന ഒരാളല്ല. ആള് വേറെ ജോലിയുടെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കൊരു കോഴിക്കോട് ഉണ്ടാക്കി തന്നതാണ്. ആൾ വല്ലപ്പോഴും ഒരു കോഴിക്കോട് ഉണ്ടാക്കിയിട്ട് ആളുടെ വീടിൻ്റെ ഫ്രണ്ടിലിടണം. കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെയാണ് ഞാൻ ആളെ സമീപിച്ചത്. അപ്പോൾ അവർ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവരുടെ പണി നോക്കിയിട്ടാണ്. ഓരോ ദിവസത്തെ പണിക്ക് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിൽ അവർ കണക്കൂട്ടുണ്ടാവേ. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം, നമ്മൾ കണ്ട കോഴിക്കോട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. പച്ച വെള്ളമൊക്കെ അടിച്ചപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ പെയിൻറ്റ് പോകുമ്പോൾ അടിയിൽ പ്രൈമർ ഇല്ല. പക്ഷെ പ്രൈമർ അടിച്ചിട്ടുണ്ടായില്ല. പ്രൈമർ അടിക്കാന്ന് പറഞ്ഞാൽ ആളെ സംബന്ധിച്ച് ഒരു ദിവസത്തെ പണി ഇതിന് അടിച്ചടിച്ച് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ ആള് പ്രൈമർ അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് പണിയുമ്പോൾ പെയിൻറ്റ് അടിച്ചില്ലെങ്കിലും കുറച്ച് ഭംഗി കുറഞ്ഞാലും പ്രൈമർ അടിക്കാനായിട്ട് എന്തായാലും പറയണം. ഈ എൻ്റെ കോഴിക്കോടിൻ്റെ റേറ്റ് അറിയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം കാണായിരിക്കും. ഇതിൻ്റെ റേറ്റ് 15,000 15,500 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും നന്ദി.